സർ, തൃശ്ശൂർ പൂരത്തിൻ്റെ സുരക്ഷയെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ശരിക്കും സുരക്ഷ പൂരത്തിനാണോ വേണ്ടത് അതോ വെടിക്കെട്ടിനാണോ വേണ്ടത് എന്നുള്ളതാണ് ഒരു ചോദ്യം. അല്ല, അതിനകത്ത് ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പൂരത്തോടനുബന്ധിച്ച് വെടിക്കെട്ടുണ്ട്. ആ വെടിക്കെട്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് എങ്ങനെ നടത്താൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം വേണ്ടതാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേറെ ആനകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. മണിക്കൂറുകളോളം ആനകൾ നിൽക്കേണ്ടി വരും. വലിയ ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് അവിടെ കൂടുന്ന ആളുകളുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പ് വരുത്തണം. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭരണഘടന അനുച്ഛേദം 25 ആണ് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള റിലീജിയസ് റൈറ്റ്സ് ഉള്ളത്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിൽ പറയുന്നൊരു കാര്യം, സോഷ്യൽ ലോ ആൻഡ് ഓർഡർ, ഹെൽത്തിൽ, മൊറാലിറ്റി, ഇത്രയും കാര്യങ്ങൾ വരണമെങ്കിൽ സ്റ്റേറ്റിന് ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സുരക്ഷ ഹെൽത്തുമായി, പൗരൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അക്കാര്യത്തിൽ സർക്കാരിന് ഇടപെടാനും കോടതിക്ക് ഇടപെടാനും അധികാരമുണ്ട്. അതാണ് അതിൻ്റെ നിയമവശം. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അവിഭാജ്യമായ ഘടകമാണോ എന്നതാണ് അടുത്ത ചോദ്യം വരുന്നത്. ഏതാണ്ട് 1400 കൊല്ലം മുൻപാണ് ആറാട്ടുപുഴ പൂരം നടക്കുന്നത്. പൂരങ്ങളുടെ മാതൃസ്ഥാനത്ത് നിൽക്കുന്നത് തൃശ്ശൂർ പൂരമല്ല, ആറാട്ടുപുഴ പൂരമാണ്. ഈ ആറാട്ടുപുഴ പൂരം നടക്കുന്ന സമയത്ത് 101 ക്ഷേത്രങ്ങളിൽ ദേവതമാരെ ക്ഷണിച്ചു വരുത്തിയിട്ട് ദേവതാ സംഗമമാണ് നടത്തിയിരുന്നത്. ആ ദേവതാ സംഗമത്തിൽ 1798 പേമാരി വന്നപ്പോൾ ആ ദിവസം തൃശ്ശൂരുള്ള ക്ഷേത്രങ്ങൾക്ക് ആറാട്ടുപുഴയിൽ എത്തിച്ചേരാൻ കഴിയാതെ ആയപ്പോൾ ഇവരെ കാത്തു നിൽക്കാൻ ആറാട്ടുപുഴ പൂരക്കാരും തയ്യാറായില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ അന്നത്തെ കൊച്ചി രാജാവായിരുന്ന കേരളവർമ്മ ശക്തൻ തമ്പുരാനാണ് 1798 തൃശ്ശൂർ പൂരം തുടങ്ങി വെക്കുന്നത്. തൃശ്ശൂർ പൂരം ഒരു ഹൈന്ദവ ക്ഷേത്ര ആചാര അനുഷ്ഠാനമാണ്. അല്ലാതെ ബുദ്ധിജീവികൾ പറയുന്ന രീതിയിൽ അതൊരു സെക്കുലറായിട്ടുള്ള ഒരു സംഗതി അല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാറമേക്കാവ്, തിരുവമ്പാടി, ഈ രണ്ട് ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിൽ 10 ദേവതമാർ, അതിൽ 6 ദേവിമാരും 2 കൃഷ്ണ ക്ഷേത്രങ്ങളും ആ കൃഷ്ണ ദേവതകാരും, ഈ 10 ദേവതമാർ ശിവൻ ആയിരിക്കുന്ന വടക്കംനാഥനെ സന്ദർശിച്ചു വണങ്ങി അനുവാദം വാങ്ങി തിരിച്ചു പോകുന്നതാണ് പൂരം. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ ഇതിൻ്റെ ആടയാഭരണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ 10 ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം, പനമുക്കംപള്ളി ശാസ്താക്ഷേത്രം, ചൂരക്കോട്ട് ഭഗവതി ക്ഷേത്രം, കണിമംഗലം ശാസ്താക്ഷേത്രം, പിന്നെ തിരുവമ്പാടി ഇതുപോലെ തന്നെ 10 ക്ഷേത്രങ്ങൾ, 5 ക്ഷേത്രങ്ങൾ വീതം, 5, 2, 5 ക്ഷേത്രങ്ങൾ, തിരുവമ്പാടിയും പാറമേക്കാവും. ഈ ക്ഷേത്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഇവരെല്ലാവരും കൂടി വന്ന് ഭഗവാൻ ശിവനെ വണങ്ങി ഉപചാരം ചൊല്ലി വണങ്ങി അനുവാദം വാങ്ങി തിരിച്ചു പോകുന്നതാണ് പൂരം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ പ്രത്യേകത. അത് തുടങ്ങിയത് ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ ഇത് തുടങ്ങിയ സമയത്ത് അന്ന് ഇത് പരമാവധി ആർഭാടത്തിൽ നടത്തണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ആറാട്ടുപുഴക്കാർക്ക് ഒരു പണി കൊടുക്കുന്നതും കൂടിയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, വെടിക്കെട്ട് അന്ന് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ വഴിപാടുണ്ട് ക്ഷേത്രങ്ങളിൽ, കഥന ഉണ്ട്, ശിവക്ഷേത്രങ്ങളിൽ വിശേഷിച്ചു. ഇപ്പോൾ എറണാകുളത്ത് അമ്പലത്തിൽ നടക്കുന്ന സമയത്ത് വൈകുന്നേരം ഒരു ദിവസം എന്ന് വെച്ചാൽ 101 കഥനകളിങ്ങനെ നിരത്തി വെച്ചിട്ട് ചെയ്യുന്നൊരു ഇതുണ്ട്, കഥന വെടിക്കെട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെടിക്കെട്ടുണ്ട്, പിന്നെ മരടിൽ വെടിക്കെട്ടുണ്ട്.
ആറാട്ടുപുഴ പൂരത്തിലുണ്ട്, എല്ലാ പൂരത്തിലും മറ്റ് വേലകളിലും ഒക്കെ ഈ വെടിക്കെട്ട് വടക്കേ മലബാറിലും കൊച്ചിയിലും ഒക്കെ ഉള്ളതാണ് വെടിക്കെട്ട്. പള്ളികളിലും വെടിക്കെട്ടുണ്ട്. വെടിക്കെട്ട് ഒരു സ്ഥലത്ത് മാത്രമല്ല. അത് മനുഷ്യരുടെ ഈ കാർണിവലിൻ്റെ ഭാഗം മാത്രമല്ല ക്ഷേത്രങ്ങളിലെ വെടിക്കെട്ട്, അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്. കാരണം വഴിപാട് കൂടിയാണത്. അതെ. അപ്പോൾ അതുകൊണ്ട് അത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗം കൂടിയാണ്. അങ്ങനെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം മുടക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് കോടതിയോ പോലീസോ അല്ല. ആരോഗ്യ പ്രശ്നത്തിൽ അവർക്ക് ഇടപെടാനുള്ള അധികാരമുണ്ട്, അത് സത്യമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് സുരക്ഷിതമായി നിയമാനുസൃതം എങ്ങനെ നടത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ട് ആ പ്രോട്ടോക്കോൾ പ്രകാരം ഇത് നടത്തിക്കേണ്ട ചുമതല ജില്ലാ ഭരണകൂടങ്ങൾക്കുണ്ട്. അത് എത്ര പേര് പങ്കെടുക്കുന്നു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് പൗരൻ്റെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുക എന്നുള്ളത്. വെടിക്കെട്ട് നടക്കുന്നു എന്ന കാര്യം കൊണ്ട് എല്ലാ വെടിക്കെട്ടും അപകടത്തിൽ ചെന്ന് കലാശിക്കണം എന്നില്ല. പക്ഷെ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചെയ്യണം. ഈ വെടിക്കെട്ട് ഏറ്റെടുത്ത് നടത്തി പടക്കം നിർമ്മാണശാല, ആ അല്ലെങ്കിൽ വെടിക്കോപ്പ് നിർമ്മാണശാല, ആ നിർമ്മാണശാലയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം, അവിടെ എന്തുണ്ട്? ഇത്രയും എക്സ്പ്ലോസീവ്സ് വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത് അഗ്നിശമനത്തിനുള്ള സംവിധാനം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇല്ലായിരുന്നു. അത് വേണ്ടതല്ലേ? ഇല്ലായിരുന്നെന്ന് മാത്രമല്ല, ആർക്കും പ്രവേശനം ഇല്ലാത്തടത്ത് മാധ്യമങ്ങളടക്കം കയറി ഇറങ്ങി നടക്കുന്ന അവസ്ഥയായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് അവിടെ ഇത്രയും ഹൈലി എക്സ്പ്ലോസീവായിട്ടുള്ളൊരു കാര്യം കൈകാര്യം ചെയ്യുന്ന സ്ഥലത്ത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ അടക്കമുള്ള എക്യുപ്മെൻറ്റ്സ് വേണ്ടതല്ലേ? അതെ. ഒന്നത്. രണ്ട്, ഇതൊരു ടെമ്പററി ഷെഡിൽ വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. മൂന്നാമത്തെ കാര്യം, ഇതിനകത്തെ ടെമ്പറേച്ചർ റെഗുലറൈസ് ചെയ്ത് നിർത്താൻ ആവശ്യമായ സംവിധാനം വേണം. ഹീറ്റ് കൂടാൻ പാടില്ല. കാരണം അത് ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? സർക്കാരിനുള്ളത്, ജില്ലാ ഭരണകൂടത്തിനുള്ളതാണ്. ആ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച കൊണ്ടാണ് ഇത് സംഭവിച്ചത്. കാരണം ഇവരിതിന് ലൈസൻസ് കൊടുക്കണമല്ലോ, ഇവർക്ക് അംഗീകാരം കൊടുക്കണമല്ലോ, അല്ലാണ്ട് എവിടെയെങ്കിലും വെച്ചുണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. എങ്ങനെ എവിടെയെങ്കിലും വെച്ചുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തിന് അവിടെ എത്ര ഫയർ എക്സ്റ്റിങ്ക്വിഷർ വേണം, ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള സംവിധാനം എങ്ങനെ വേണം, അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ കാശ് കൂട്ടട്ടെ എന്ന്. കാശ് കൂട്ടിക്കോട്ടെ അതിനനുസരിച്ച്. അതുപോലെ ഈ 8 നിലയിൽ പൊട്ടുന്ന അമിട്ട്, അത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഇതാണ്. സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന രീതിയിൽ പൊട്ടിയെന്നാണ് സിനിമ. ഒരു സിനിമ തകർന്നു കഴിഞ്ഞാൽ ആ സിനിമ തകർന്നതിലുള്ള സന്തോഷം സഹിക്ക വയ്യാതെ പറയുന്നത് തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന രീതിയിൽ 8 നിലക്ക് പൊട്ടിപ്പോയിട്ടാന്നാണ്. ആ 8 നിലക്ക് ഇത് പൊട്ടുന്നത് ഈ അമിട്ടിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് എത്ര എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കാൻ പറ്റും, അതിൻ്റെ ലിമിറ്റ് എത്രയാണ്. ഇത് ഏതെങ്കിലും ഒരു കോൺട്രാക്ടറുടെ ഇഷ്ടാനിഷ്ടത്തിന് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഇതിനൊക്കെ ലിമിറ്റ് വെക്കേണ്ടതുണ്ട്. അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പുറ്റിങ്കൽ അപകടം നടന്നതിന് ശേഷം പോലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചെയ്യുന്നില്ല. ഇതിനൊക്കെ ഒരു കമ്മീഷൻ വെക്കാറുണ്ട്. ആ കമ്മീഷൻ എന്താണ്? ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് അവർ കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വെടിക്കെട്ടേ വേണ്ട എന്ന് തീരുമാനിച്ചത് തലവേദനക്ക് കഴുത്ത് കളഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്നത് പോലുള്ളൊരു കാര്യമാണ്. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം ദുരുപയോഗം ചെയ്യപ്പെടും എന്നതുകൊണ്ട് അതിൻ്റെ ഉപയോഗം തടയാൻ വ്യവസ്ഥയില്ല. ഇപ്പോൾ കത്തി കൊണ്ട് ആളുകളെ കുത്തിക്കൊല്ലാൻ ഇടയുണ്ട് എന്നതുകൊണ്ട് ലോകത്താരും കത്തിയെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് ഉപയോഗം റെഗുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇന്ന പർപ്പസിനെ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ വെടിക്കോപ്പ് നിർമ്മാണശാലയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കാൻ ഇവർ പരിശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അവരത് കാര്യമായിട്ട് പരിശ്രമിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അതിന് ഉത്തരവാദിത്വം ആരാണ്? ക്ഷേത്രങ്ങളല്ല. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങൾ ഇത് കോൺട്രാക്റ്റ് കൊടുക്കുന്നു, അല്ലാണ്ട് അവരല്ല ഇത് ഉണ്ടാക്കുന്നത്.
അവരൊന്നും ഉണ്ടാക്കുന്നില്ല. അവരിതൊക്കെ വാദ്യം, പിന്നെ ഇതിനകത്തുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കാർണിവൽ സൈഡുണ്ട്. അത് തൃശ്ശൂരുള്ള എല്ലാ കച്ചവടക്കാർക്കും വലിയ രീതിയിൽ ലാഭം ഉണ്ടാകുന്നതാണ് ഈ പൂരക്കാലം എന്ന് പറയുന്നത്. കാരണം തൃശ്ശൂരുള്ള എല്ലാവരും തന്നെ പങ്കെടുക്കുന്നതാണ്. ഈ കാർണിവൽ സൈഡ് എല്ലാ ക്ഷേത്രോത്സവങ്ങളുടെയും പള്ളിപ്പെരുന്നാളിൻ്റെയും കാർണിവൽ സൈഡ് സെക്കുലറായിരിക്കും. കാരണം കാർണിവൽ റിലീജിയസ് അല്ല, സെക്കുലറാണ്. പക്ഷേ ഇവിടെ ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത് സെക്കുലർ അല്ല, മറ്റേ ഇത് റിച്വൽസിൻ്റെ ഭാഗമാണ്. അതാണ് വ്യത്യാസം. ഇപ്പോൾ പഞ്ചവാദ്യം സംഗീതം ശരിയാക്കാൻ വേണ്ടി നടത്തുന്നതല്ല അവിടെ പഞ്ചവാദ്യത്തിന് ചിലപ്പോൾ അത് നന്നായി പോയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ വലിയ പെരുവനം കുട്ടന്മാരാരും പിന്നെ മറ്റദ്ദേഹം ഉണ്ടല്ലോ തൃശ്ശൂർ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പെരുവന അവിടെയാണ്, മട്ടന്നൂർ ശങ്കരൻകുട്ടിയും പല്ലാവൂർ അപ്പുമാരും ഇങ്ങനെയുള്ളവരൊക്കെ വന്ന് നിന്ന് കൊട്ടുമ്പോഴുള്ള അവരുടെ ഒരു മാസ്റ്റർ സംഗതി മാത്രമല്ല, അതൊരു അനുഷ്ഠാനം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കലാപരമായ ഔന്നത്യത്തെക്കാൾ ഉപരി ഇതൊരു അനുഷ്ഠാനത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. അപ്പോൾ അത് അവിടെ പോയി നിന്ന് ആസ്വദിക്കുകയും ഇതൊക്കെ ചെയ്യുന്നു. അന്നും ഉണ്ടായിരുന്ന ആന ഇത്. അപ്പോൾ ആ ആന പങ്കെടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള കാര്യം ഇനിയിപ്പോൾ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുസമൂഹത്തിന് അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കോടതിക്കോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിനോ തീരുമാനിക്കാൻ പറ്റില്ല. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൃശ്ശൂർ പൂരത്തിന് ഇങ്ങനെ അമിട്ട് അടക്കമുള്ള ഈ വെടിക്കോപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് വേണ്ട സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്കാണ്. അതിൻ്റെ പേരിൽ വെടിക്കെട്ടേ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ശരിയായ ഒരു രീതി അല്ല. കാരണം അത് നിയമപരമായിട്ടത് തെറ്റാ. കാരണം ഇത് റിച്വലിൻ്റെ ഭാഗമാണ്. ഇത് പൂരം തുടങ്ങി അന്ന് തുടങ്ങി വെടിക്കെട്ടുകൊണ്ട് ആനയുണ്ട്. പഞ്ചവാദ്യം അന്ന് കണ്ടിരിക്കാം, എനിക്കറിയില്ല, ഉണ്ടായിരിക്കാം സ്വാഭാവികമായിട്ട്. പിന്നെ ഈ ക്ഷേത്രങ്ങളിലൊരു പ്രത്യേകത ഉള്ളത്, ക്ഷേത്രങ്ങളിലെ ഒരുപാട് അനുഷ്ഠാനങ്ങൾ കലാവിദ്യയുമായി ബന്ധപ്പെട്ടതാണ്. എടക്കോട്ടുണ്ട്, പാട്ടുണ്ട്, കൊട്ടുണ്ട്, കളമെഴുത്തുണ്ട്, ചെണ്ടകൊട്ടുണ്ട്, വാദ്യമുണ്ട്, കൊമ്പ് വിളിയുണ്ട്, കുഴൽ വിളിയുണ്ട്, ശംഖ് വിളിയുണ്ട്, ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്. അത്തരം അനുഷ്ഠാനങ്ങൾ വേണോ എന്നാണെങ്കിൽ അത് മനുഷ്യരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം അത് വേണ്ടത് തന്നെയാണ്. ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ അത്. ഇല്ല. അതുമായി മനോരഞ്ജനത്തിന് സഹായകരവുമാണ്. അതുകൊണ്ട് അത് വേണമെന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ കാര്യം അത് നിയമം നോക്കിയിട്ട് നിയമവും ചട്ടവും ഉണ്ടാക്കിയിട്ട് ആ നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും കർശനമായി പരിപാലിച്ചുകൊണ്ട് ഇത് നടത്താൻ അനുവദിക്കണം. അതാണ് അതിൻ്റെ രീതി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എന്ന് വെച്ചാൽ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.